പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ദൈവവചനം കേട്ടുവരികയായിരുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള വൈരാഗ്യങ്ങളും ഭിന്നിപ്പുകളും അനൈക്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. യാക്കോബ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രിയ സ്നേഹിതനെ, തിരഞ്ഞെടുക്കപ്പെട്ടവനെ, അവൻ്റെ കഷ്ടതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദൈവം അവനെ വീണ്ടെടുക്കുവാൻ തീരുമാനിച്ചു. യാക്കോബ് അവൻ്റെ ഭാര്യമാരും മക്കളുമൊത്ത് സ്വന്തം ദേശമായ കനാൻ ദേശത്ത് പിതാവായ ഇസ്ഹാക്കിൻ്റെ അടുത്തേക്ക് പോകുന്ന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കി ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്വസ്ഥമായി ഒരു നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ഈ ധ്യാനം നമ്മളെ സഹായിക്കും. വളരെ ശ്രദ്ധയോടുകൂടി ഈ ധ്യാനത്തിൽ പങ്കുചേരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സഹോദരങ്ങളാൽ ബന്ധുമിത്രാദികളാലൊക്കെ ഉപേക്ഷിക്കപ്പെട്ടവരെ, അവഗണിക്കപ്പെട്ടവരെ ദൈവം സംരക്ഷിച്ച് പോറ്റുന്ന കാര്യങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് പോകുന്നത്. സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം അവിടുന്ന് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ബലപ്പെടുത്തുന്നു, ഞങ്ങളതിനായിട്ട് ഒരുക്കുന്നു, ഞങ്ങൾ ധൈര്യപ്പെടുത്തുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, യാക്കോബിൻ്റെ ജീവിതത്തിലുണ്ടായ കഷ്ടതകളും വേദനകളെല്ലാം മറന്ന് അവൻ വീണ്ടും അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്, കനാൻ ദേശത്തെ അവൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്ന ചിത്രം ഞങ്ങൾ മനസ്സിൽ കാണുന്നു. കർത്താവേ, അതുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടിടത്തും ഞങ്ങൾ ചതിക്കപ്പെട്ടിടത്തും ഒറ്റിക്കൊടുക്കപ്പെട്ടിടത്തുനിന്നെല്ലാം ഞങ്ങൾ മനസ്സുകൊണ്ട് അകന്ന് ദൂരെയായിരിക്കുന്ന ഈ നാളിൽ വീണ്ടും ഞങ്ങളെ വഞ്ചിച്ചവരെയും ഞങ്ങളെ ചതിച്ചവരെയും ഞങ്ങളെ ഒറ്റിയവരെയൊക്കെയും സ്നേഹിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, എൻ്റെ കർത്താവ് എന്നെ ഒരു ദോഷവും അനുഭവിക്കാൻ വിട്ടുകൊടുത്തിട്ടില്ല എന്ന തിരിച്ചറിവോടുകൂടിയും ഒറ്റിക്കൊടുത്തവരെയും അവഗണിച്ചവരെയും കൊല്ലുമെന്ന് ഭീഷണിമുഴക്കിയവരൊക്കെ ഇടയിൽ ജീവിക്കുവാൻ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. യേശുവേ കനിയണമേ, മിശിഹായെ കനിയണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. പൂർവ്വപിതാവായ യാക്കോബിൻ്റെ അനുഭവത്തിലൂടെ ഈ കേൾക്കുന്ന മക്കൾ, ഈ വചനം കേൾക്കുന്ന മക്കൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ കരുതണമേ, കാക്കണമേ. കരുതുന്ന ദൈവത്തെ, കാക്കുന്ന ദൈവത്തെ കാണുവാനും സ്നേഹിക്കുവാനും ബലപ്പെടുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവിതത്തിൽ രക്ഷിച്ചുകൊണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരെയും ശുദ്ധിമതികളും മധ്യസ്ഥയും കാവലും കൂട്ടും കോട്ടയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യാക്കോബ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്, കനാൻ ദേശത്തേക്ക് തിരികെ യാത്ര പോകുമ്പോൾ ലാബാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ലാബാൻ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. മൂന്നാം ദിവസമാണ് ലാബാൻ അറിയുന്നത് യാക്കോബ് സ്ഥലം വിട്ടുപോയെന്ന്. രണ്ട് കാര്യമാണ് പ്രിയമുള്ളവരെ. യാക്കോബ് അങ്ങനെ ലാബാൻ്റെ അടുത്ത് പോകുമ്പോൾ ലാബാന് രണ്ട് തരത്തിലുള്ള നഷ്ടമാണ് ലാബാൻ ചിന്തിക്കുന്നത്. ഒന്ന്, തൻ്റെ പണി ചെയ്യാൻ ഇനി ഒരാളെ വേറെ കണ്ടെത്തണം. രണ്ട്, അവൻ എവിടെ നിന്നോ പണ്ടത്തേക്കാൾ വ്യത്യാസമായി പുതിയ അറിവുകളും കഴിവുകളൊക്കെ കിട്ടി അവൻ എന്നെ ചതിച്ചിരിക്കുന്നു. തൻ്റെ പെൺമക്കളെയും തൻ്റെ കൂടെ നിർത്തി മക്കളെയും കുഞ്ഞുമക്കളെയൊക്കെ കണ്ട്
തൻ്റെ കുടുംബത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിരുന്നിടത്ത് അവൻ ധൈര്യമുള്ളവനായി തീർന്നിരിക്കുന്നു. തൻ്റെ പെൺമക്കളുടെ ഭർത്താവായിരിക്കുന്ന തൻ്റെ പെങ്ങളുടെ മകനായ മരുമകൻ ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനായിരിക്കുന്നു. അതുകൊണ്ട് അവനെ അങ്ങനെ വിട്ടാൽ ശരിയാകുകയില്ല എന്ന ഒരു തിരിച്ചറിവ് ലാബാനുണ്ടാകുകയും ലാബാൻ പുറകെ ഓടുകയുമാണ്. ലാബാൻ യാക്കോബിനെ കണ്ടുപിടിക്കുവാൻ വേണ്ടി പുറകെ ഓടുകയാണ്. ഏഴ് ദിവസം ലാബാൻ കൂടെ ഓടി. ഏഴാം ദിവസം ഗിലെയാദിൽ വെച്ച് യാക്കോബിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. പ്രിയമുള്ളവരെ, യാക്കോബിനെ കണ്ടുമുട്ടുമ്പോൾ എന്താണ് സംസാരിക്കേണ്ടതെന്ന് ലാബാനോട് ദൈവം സംസാരിക്കുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 24-ാമത്തെ വാക്യം. എന്നാൽ ദൈവം രാത്രി ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അരമായനായ ലാബാനോട് പറഞ്ഞു, നല്ലതോ ചീത്തയോ ആയ ഒരു വാക്ക് പോലും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇതൊരു താക്കീതാണ്. ചില മനുഷ്യർക്ക് ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടെത്താനായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല. നമുക്കറിയാം, യേശുക്രിസ്തുവിനെ വിധിച്ച പീലാത്തോസിനോട് അവൻ്റെ ഭാര്യ പറഞ്ഞു, രാത്രിയിൽ ഞാൻ ഒരു ദർശനം കണ്ടു, അദ്ദേഹം നീതിമാനാണ്, അദ്ദേഹത്തെ വെറുതെ വിടണം എന്ന ഒരു കത്ത് കൊടുത്ത് പീലാത്തോസിൻ്റെ ഭാര്യ ദൂതൻ വശം പീലാത്തോസിനെ ഏൽപ്പിച്ചു. പക്ഷേ പീലാത്തോസ് നിസ്സഹനായിപ്പോയി. പീലാത്തോസിന് ആ കത്തനുസരിക്കുവാനോ ആ കത്തനുസരിച്ച് യേശുക്രിസ്തുവിനെ വെറുതെ വിടുവാനൊന്നും സാധിച്ചില്ല. അത്രമാത്രം എന്തൊക്കെയോ ഭയം അദ്ദേഹത്തെ മൂടിയിരുന്നു. എന്നാൽ ഇവിടെ യാക്കോബിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. യാക്കോബിനെ തിരികെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അമർഷമുണ്ട്. അതിനൊക്കെ സാധിക്കുമെങ്കിലും ഈ രാത്രിയിൽ ലാബാന് ഒരു ദർശനം കിട്ടുകയാണ്. നല്ലതായിട്ടോ ചീത്തയായിട്ടോ ഒരു വാക്കുപോലും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ചില ചിന്തകൾ, ചില ദർശനങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ അത് സ്വീകരിച്ചില്ലെങ്കിൽ വലിയ അപകടം നമുക്കുണ്ടാകും. നമുക്കറിയാം, യേശുക്രിസ്തുവിനെ ദർശിക്കുവാനായിട്ട് വന്ന രാജാക്കന്മാർ ഹെരോദോസിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് യേശുക്രിസ്തു പിറന്നത് എവിടെയാണ്, ഇസ്രായേലിൻ്റെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ആ കൊട്ടാരം അസ്വസ്ഥമാവുകയും കൊട്ടാരത്തിലുള്ള എല്ലാവരും ഭയപ്പെടുകയും ചെയ്തു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. വേദപുസ്തകം എങ്ങനെയാണ് പറയുന്നത്? ഈ രാജാക്കന്മാർ കൊട്ടാരത്തിൽ യേശുവിനെ കണ്ടില്ല. പിന്നെയും നക്ഷത്രം അവരെ മുന്നോട്ട് നയിച്ചു. അമ്മയായ മറിയത്തോടുകൂടെ ശിശുവിനെ അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. അന്ന് അവരുടെ കരുതി കൊണ്ടുവന്നിരുന്ന എല്ലാ സമ്മാനങ്ങളും യേശുവിൻ്റെ കാൽക്കൽ അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊരു ദർശനമുണ്ടാവുകയാണ്, നിങ്ങൾ വന്ന വഴിയെ പോകരുത്, വേറെ വഴിയെ തിരികെ പോകണമെന്ന്. പ്രിയമുള്ളവരെ, അതൊരു ദൈവദൂതാണ്. ചില ആളുകളോട് ഇന്നും ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ വന്ന വഴി പോകരുത്,
അത് നിങ്ങൾക്ക് അപകടമാണ്. ചില വഴികളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില വഴികൾ നമ്മളെ ദൈവം ബ്ലോക്കാക്കി വെക്കും. നമ്മൾ പറയും നമ്മൾ പോകുന്ന വഴികളെല്ലാം ഒരു കുഴപ്പമില്ല, നമ്മൾ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളോടുകൂടിയാണ് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നതെന്ന്. പക്ഷെ എല്ലാ വഴികളിലും ന്യായമായ അവകാശങ്ങളും ന്യായമായ നീതികളൊക്കെ നമ്മൾ ഉണ്ടെന്ന് വാദിക്കുമ്പോൾ തന്നെ അവിടെയൊന്നും ന്യായമായതൊന്നും ഇല്ല. അവിടെയെല്ലാം ദൈവകോപത്തിന് പാത്രമാകുന്ന, ദൈവശിക്ഷയ്ക്ക് നിദാനമാകുന്ന വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിന് വഴിമുട്ടുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതയാത്രയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാകണം. ഇനി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാനൊന്നും നമുക്കറിയില്ലാത്ത ആളുകളാണെന്ന് കൂട്ടുക, പക്ഷെ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് സംസാരിക്കും. ഇവിടെ ലാബാനോട് ദൈവം സംസാരിച്ചു. ഇത്രയും കാലം ലാബാൻ്റെ ഈ ചെയ്തികളെല്ലാം ദൈവം ക്ഷമയോടെ സൂക്ഷിച്ച് വീക്ഷിക്കുകയായിരുന്നു. താൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യന് എന്താ പറയുന്നത്? യാക്കോബിൻ്റെ അപ്പനായ ഇസഹാക്കിൽ നിന്ന് ഒരു അനുഗ്രഹം വാങ്ങി. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ആ അനുഗ്രഹത്തിന് വലിയൊരു എന്താ പറയുന്നത് കാരണമുണ്ട്. യാക്കോബിനെ ഇസഹാക്ക് അനുഗ്രഹിച്ച് ലാബാന്റെ ഭവനത്തിലേക്ക് അയക്കാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. മൂത്ത മകനായ ഏശാവ് കല്യാണം കഴിച്ച സ്ത്രീകൾ വിജാതീയ സ്ത്രീകളായിരുന്നു. അവർ ഇസഹാക്കിനെയും ഭാര്യ റെബേക്കായെയും ഒത്തിരി പീഡിപ്പിച്ചു, ഒത്തിരി വേദനിപ്പിച്ചു. ആ സമയത്താണ് റെബേക്ക യാക്കോബിനോട് പറയുന്നത്, നമ്മുടെ രണ്ടാമത്തെ മകനും ഇനി ഈ നാട്ടിൽ നിന്ന് സ്ത്രീകളെ സ്വീകരിച്ചാൽ നമുക്കൊരുപാട് സഹിക്കേണ്ട വരും, നമുക്ക് സ്വസ്ഥതയോടെ മരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ആ സമയത്താണ് അമ്മാവിൻ്റെ വീട്ടിൽ നിന്ന് റെബേക്കയുടെ വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കാൻ യാക്കോബിനെ അനുഗ്രഹിച്ചു വിടുന്നത്. സത്യത്തിൽ ലാബാൻ അതിനെ മുതലാക്കുകയായിരുന്നു. തൻ്റെ പെങ്ങൾക്കും തൻ്റെ സഹോദരിക്കും തൻ്റെ സഹോദരി ഭർത്താവിനും വാർദ്ധക്യത്തിൽ നല്ലൊരു തുണയാകേണ്ടവനെ ഞാൻ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന വിചാരമുണ്ടാകേണ്ടതാണ്. ഒരു കാലത്ത് ലാബാന് ഈ ദൈവത്തിൻ്റെ സ്വരവും ഈ ദൈവത്തെ തിരിച്ചറിയുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇസഹാക്കിന് വേണ്ടി അബ്രാഹാം വിവാഹ ആലോചനയുമായിട്ട് ഏലിയാസാറിനെ പറഞ്ഞു വിടുമ്പോൾ ഈ ലാബാൻ തന്നെയാണ് തെരുവിൽ നിൽക്കുന്ന, വീടിൻ്റെ പുറത്ത് നിൽക്കുന്ന ഏലിയാസാറിനെ വിളിക്കുന്നത്, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്താണ് പുറത്തു നിൽക്കുന്നത്, അകത്ത് വരിക എന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. ലാബാനാണത് പറയുന്നത്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക, എന്താണ് പുറത്തു നിൽക്കുന്നത്. പക്ഷെ ആ കാലത്ത് ദൈവികമായിട്ടുള്ള അറിവുകളും ദൈവികമായിട്ടുള്ള ചിന്തകളൊക്കെ ലാബാന്റെ കയ്യിൽ നിന്ന് പോയി. നമ്മൾ പറയാറില്ലേ, ചെറുപ്പകാലത്തൊക്കെ ഭയങ്കര ഭക്തിയും ഭയങ്കര വിശ്വാസവും വലിയ ദൈവസ്നേഹമൊക്കെ ആയിരുന്നു, ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല. പ്രിയമുള്ളവർ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ, ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ നാം ദുഷ്ടന്മാരും നാം മറ്റുള്ളവരെ കൊള്ള ചെയ്യുന്നവരൊക്കെ ആയിട്ട് മാറുന്നു. കാരണം നമുക്ക് ആത്മീയമായ വളർച്ച നഷ്ടപ്പെടുകയാണ്. ഭൗതികമായി നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നമുക്ക് ആത്മീയമായി ചിന്തിക്കാനും കഴിയണം. ഒരു കാലത്ത്
യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവന് അകത്ത് വരിക. എന്താണ് പുറത്തു നിൽക്കുന്നതെന്ന് ചോദിച്ച ലാബാൻ, ഇന്ന് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ ചതിക്കുകയും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ ചൂഷണം ചെയ്യുകയും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണമെന്ന ദുഷ്ടവിചാരം പുലർത്തുകയും, എന്നാൽ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ട് യഹോവ തന്നെ അവനെ തിരിച്ചു വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അവനെ വീണ്ടും ഉപദ്രവിക്കാനായിട്ടുള്ള യാത്ര പുറപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് ദൈവം ലാബാനോട് വളരെ എന്താ പറയുന്ന സ്നേഹത്തോടെ സംഭാഷിക്കുന്നു. സ്നേഹത്തോടെ സംഭാഷിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഉള്ളിലൊരു താക്കീത് കൂടിയുണ്ട്. കാരണം എന്താണ്? ലാബാനെ ദൈവത്തിനറിയാം. ഒരു കാലത്ത് ദൈവസ്വരവും ദൈവത്തിൻ്റെ പ്രതിനിധികളെയും തിരിച്ചറിഞ്ഞവനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാമും ദൈവസന്നിധിയിൽ പലപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നവരായതുകൊണ്ട് നമുക്ക് വഴിതെറ്റിയാലും ദൈവം നമ്മളോട് പൊറുക്കുന്നു, ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം എല്ലാ അർത്ഥത്തിലും നമ്മളെ വീണ്ടും സ്നേഹിക്കുവാനും വീണ്ടും കരുതുവാനുമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് സത്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രിയമുള്ളവരെയും ദൈവത്തെ അനുസരിക്കുവാൻ യാതൊരു മടിയും വിചാരിക്കേണ്ട. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ലാബാൻ യാക്കോബിനോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? എന്നെ കബളിപ്പിച്ച് വാളാൽ നേടിയ തടവുകാരെ പോലെ എൻ്റെ പെൺമക്കളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട്? എന്നെ കബളിപ്പിച്ച് എന്നോട് പറയാതെ ഒളിച്ചോടിയത് എന്തിനാണ്? ഞാൻ ആഹ്ലാദത്തോടെയും പാട്ടുപാടിയും കിന്നരവും വീണയും വായിച്ച് നിങ്ങളെ യാത്രയാക്കുമായിരുന്നല്ലോ. എന്തൊരു സ്നേഹം, എന്തൊരു ബഹുമാനം! പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ലാബാൻ അവസരത്തിനൊത്ത് സംസാരിക്കുന്ന, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും മറ്റുള്ളവരെ പാരവെക്കുകയും തൻ്റെ ലാഭത്തിനു വേണ്ടി, തൻ്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഏത് കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും, എന്നാൽ താൻ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടി വലിയ ആത്മപ്രശംസ സ്വയമായി ചെയ്യുന്ന വ്യക്തികൾ ഈ ലാബാനെ പോലെയാണ്. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ലാബാൻ ഈ ദൈവസ്വരം കേട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയാണോ പെരുമാറുന്നേ? ഒരിക്കലുമല്ല. ഞാൻ നിന്നെ ആഹ്ലാദത്തോടെ പാട്ടുപാടി കിന്നരവും വീണയും വായിച്ച് നിങ്ങളെ യാത്രയാക്കുമായിരുന്നല്ലോ. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഇഷ്ടത്തിൽ നിന്ന്, നമ്മളുടെ ബന്ധങ്ങളിൽ നിന്ന് ഒരാൾ മാറിപ്പോകാൻ ആഗ്രഹിക്കുമ്പോൾ സത്യത്തിൽ ലാബാൻ പറഞ്ഞതുപോലെ പാട്ടുപാടി കിന്നരം വായിച്ച് ആഹ്ലാദത്തോടെ യാത്രയാക്കേണ്ടതല്ലേ? ചില വീടുകളിൽ എൻ്റെ ഈ പ്രായത്തിനിടയിലുള്ള അനുഭവത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ചില വീടുകളിൽ ചില മക്കളെ കാരണന്മാർ അവരുടെ വീട്ടുകാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. പ്രാപ്തിയുള്ളവരും
തൻ്റെ ഇടമുള്ളവരൊക്കെ പണം സമ്പാദിച്ച് ഓരോരുത്തരായി വേറെ വേറെ മാറി താമസിക്കുമ്പോൾ ഇത്തിരി കഴിവ് കുറഞ്ഞവരെയും അവർ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെയൊക്കെ തൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി നിർത്തിക്കൊണ്ട് ചില മാതാപിതാക്കന്മാർ അവരെ ചൂഷണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവർക്കൊരിക്കലും ആ തറവാട് എന്ന് പറയുന്ന അടിമത്തത്തിൽ നിന്ന് മോചനമില്ല. തറവാടിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവിടുത്തെ അപ്പനും അമ്മയുമാണ്. പക്ഷേ മകനും മരുമകളും കുഞ്ഞുങ്ങളൊക്കെ അടിമകളെപ്പോലെ നിന്നോളണം. സ്വാതന്ത്ര്യം അവിടെ ഇല്ല. എന്നാൽ മറ്റു മക്കൾക്കെല്ലാം വലിയ സ്വാതന്ത്ര്യമുണ്ട്. അവർ വരുന്ന സമയത്തൊക്കെ ഇവരൊരു വേലക്കാരെ പോലെ ഒരു അടിമകളെ പോലെ നിന്ന് പണി ചെയ്തു കൊടുത്തോളണം. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു കൊടുത്തോളണം. അപ്പോൾ ചില ആളുകൾ ഇത് കണ്ടിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ അസ്വസ്ഥരാകാറുണ്ട്. അങ്ങനെ അവർ അസ്വസ്ഥപ്പെട്ട് ചില ആളുകളോട്, പൊതുപ്രവർത്തകരോടോ അല്ലെങ്കിൽ ആത്മീക മേഖലകളിലോടൊക്കെ സംസാരിക്കും. ഞങ്ങൾക്കിന്നവരെയും വേണ്ടവണ്ണം ഒരു പരിചരണം കിട്ടിയിട്ടില്ല, വേണ്ടവണ്ണം ഒരു സമാധാനം കിട്ടിയിട്ടില്ല, സ്വസ്ഥത കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പോകണമെന്ന് പറയും. ഈ കാര്യം ഈ മാതാപിതാക്കന്മാരോട് ഈ മധ്യസ്ഥന്മാർ ഉണർത്തിക്കുമ്പോൾ അവർ ചാടി പറയുന്ന ഒരു വാക്കാണ് ഇവിടെ ലാബാൻ പറയുന്നത്. ഇവിടെ ചില മാതാപിതാക്കന്മാർ, ഞാൻ മുൻപ് സൂചിപ്പിച്ച മാതാപിതാക്കന്മാർ പറയും, എന്ത് തടസ്സം അതിന്? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പണ്ടേ പോകാമായിരുന്നല്ലോ. ചുമ്മാ പറയുന്ന. വീട്ടിലുള്ള 5 മക്കളെയും വേറെ എവിടെയാണെന്ന് ഈ അപ്പനും അമ്മയ്ക്കും അറിയാം. പിന്നെ ഈ മൂത്ത മകനെ മാത്രം എന്തുകൊണ്ട് വേറെ വിടണ്ട എന്ന് തോന്നി? അല്ലെങ്കിൽ ഈ 3ാമത്തെ മകൻ കൂടെ നിൽക്കട്ടെ എന്ന് എന്തുകൊണ്ട് തോന്നി? പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പറയുന്നതല്ല ദൈവം മനസ്സിലാക്കുന്നത്. ദൈവം മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളാണ്. ഇവിടെ ഈ ലാബാൻ തൻ്റെ മരുമകനോട് പറയാണ്, യാക്കോബിനോട്, നീ എന്തിനിങ്ങനെ ഒരു ഒളിച്ചോട്ടം നടത്തി? എന്ത് നീ യുദ്ധത്തിൽ ജയിച്ചവരെ പോലെ ഇങ്ങനെ ഓടിപ്പോയി? എനിക്കെൻ്റെ മക്കളെയും എൻ്റെ കുഞ്ഞുമക്കളെയും ഒക്കെ വാത്സല്യത്തോടെ ചുംബിച്ച് അവരെ അനുഗ്രഹിച്ച് എനിക്ക് വിടാമായിരുന്നല്ലോ എന്ന് പറയുകയാണ്. ബുദ്ധിശൂന്യമായിട്ടാണ് നീ പ്രവർത്തിച്ചത്. നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയും, എന്നാൽ നല്ലതോ ചീത്തയോ ആയി യാതൊന്നും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു. കണ്ടോ? നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയുകയാണ്. തൊട്ടു മുമ്പ് എന്താ പറഞ്ഞ്? ഞാൻ നിന്നെ കിന്നരത്തോടും പാട്ടോടുകൂടിയൊക്കെ യാത്രയാക്കുമായിരുന്നില്ലേ എന്ന്. സത്യമല്ല പ്രിയമുള്ളവരെ, അത് ലാബാൻ എടുത്തു പറയുകയാണ്, നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയും, പക്ഷേ നിന്റെ പിതാക്കന്മാരുടെ ദൈവം എന്നോട് ഈ കഴിഞ്ഞ രാത്രി സംസാരിച്ചു, ദോഷമായിട്ടൊന്നും പ്രവർത്തിക്കരുതെന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നിവൃത്തിയില്ലാതെ പിന്മാറുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ മനുഷ്യൻ യാതൊരു മനുഷ്യനെയും തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കില്ല എന്ന് തീരുമാനമെടുക്കുന്നതാണ് സത്യം. അത്രയും പറ്റില്ല വേറെ ഒന്നും. എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ കഴിയും,
പക്ഷെ ദൈവം തടുത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവം തടുത്തില്ലായിരുന്നുവെങ്കിൽ ഉപദ്രവിക്കുമായിരുന്നില്ലേ? ഒരുപക്ഷെ ഇവിടെ ലാബാൻ കായേലിനേക്കാൾ കുറച്ചും കൂടി മെച്ചമായി പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കായേനോട് ദൈവം സംസാരിച്ചതാണ്, നീ നല്ലത് ചെയ്യുക, നന്മ ചെയ്യുന്നെങ്കിൽ നീ സ്വീകാര്യനാകും, ഇതാ പാപം നിന്റെ വാതിൽകളിൽ നിൽക്കുന്നു, പാപത്തെ നീ മറികടക്കുന്നില്ലെങ്കിൽ, പാപം നീ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നീ നശിച്ചു പോകുമെന്ന് ദൈവം പറഞ്ഞതാണ്. പക്ഷെ അത് കായൻ കേൾക്കാതെ ആബേലിനെ, സഹോദരനെ കൊല്ലുന്ന പാപത്തിലേക്ക് അവൻ വീണു. ലാബാൻ ഇവിടെ തൻ്റെ മരുമകനായ യാക്കോബിനെയും മക്കളെയൊക്കെ കൊല്ലാൻ അറിവുള്ളവനും ഹൃദയകഠിനമുള്ളവനുമാണ്. പക്ഷേ ഇവിടെ ലാബാൻ പറയുന്നത്, ദൈവം എന്നോട് സംസാരിച്ചതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു എന്നുള്ളതാണ്. അതാണ് പ്രിയമുള്ളവരെ, എത്ര ക്രൂരന്മാരുടെ ഇടയിലും നമ്മൾ ജീവിച്ചാലും, എത്ര മല്ലന്മാരുടെ ഇടയിൽ നമ്മൾ ജീവിച്ചാലും, നമ്മളെ എത്ര വഞ്ചിക്കുന്നവൻ്റെ ഇടയിൽ നമ്മൾ ജീവിച്ചാലും, ദൈവം നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് ഒരു ദിവസം എത്ര ശക്തനിൽ നിന്നും എത്ര മലരിൽ നിന്നും നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ലാബാനെയും യാക്കോബിനെയും ഒരുമിപ്പിക്കുന്ന ദൈവശബ്ദം, ലാബാനെയും യാക്കോബിനെയും ഒരുമിപ്പിക്കുന്ന ദൈവശബ്ദം അവർ കേട്ട് ആ മലമ്പ്രദേശത്ത് വെച്ച് ഗിലെയാദിലെ മലമ്പ്രദേശത്ത് വെച്ച് അവർ അനുരഞ്ജനപ്പെട്ട് പിരിഞ്ഞതുപോലെ ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും അനുരഞ്ജനപ്പെട്ട് പിരിയുവാൻ നമ്മൾക്ക് കഴിയണം. നമ്മളുടെ ബന്ധക്കാരോട്, നമ്മുടെ സ്വന്തക്കാരോട്, നമ്മുടെ വീട്ടിലെ പണിക്കാരോട്, നമ്മുടെ പറമ്പിലെ പണിക്കാരോട്, നമ്മളെ ഫാക്ടറിയിലെ ജോലിക്കാരോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മൾ ഏതൊക്കെ മേഖലയിൽ ആരൊക്കെയായിട്ട് അകന്നു പോകുന്നുണ്ടോ, ആരൊക്കെയായിട്ട് അകന്നു ജീവിക്കുന്നുണ്ടോ, എല്ലാവരുമായിട്ടൊരു അനുരഞ്ജനത്തിലേക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ അനുരഞ്ജനത്തിൻ്റെ മേൽ ദൈവം കൃപയായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ.